നന്ദിനിക്കുട്ടി നിനച്ചിരിക്കണേ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. ഇഷ്ടമായിട്ടോ? നന്ദിനിക്കുട്ടിക്ക് ഇഷ്ടായി. നന്ദിനിക്കുട്ടിക്ക് കുട്ടനെ ഇഷ്ടായി. പൊന്നാരെ തനി ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനൊരിക്കൽ ചൊന്ന കാര്യം എന്താണ് കയ്യിൽ കൊള്ളണ നേരം മഴ തരുന്നവളാര് മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിന് പൊന്ന് ഇണമാനിനേക്കാൾ നീളമുള്ള കണ്ണ്. അയ്യടാ, കല്യാണം കഴിക്കാൻ പോണ ഒരു മുറച്ചേർക്കൻ. മന്ദബുദ്ധിയുടെ മനസ്സിലിരിപ്പ് ഇപ്പൊ മനസ്സിലായല്ലോ. ആളുകൾ പറഞ്ഞ് ഇടയ്ക്ക് വിടുന്നതാ ഓരോന്നും. ഇത് ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് ചെയ്തോ അല്ലിക്കൊടിയേ ചെല്ലക്കൂടമേ കുറുമി ചക്കര കുത്തരി കുത്തരി കഴിവേറിക്ക മകനെ, നിനക്കിത് ആരാണോ തന്നത്? പണി കഴിയാണ്ട് പച്ചവെള്ളം കുടിച്ച കൊത്തിയെരിഞ്ഞ് കൊതപ്പിച്ച് വാറ്റി ഞാൻ. വിശന്നിട്ട മുതലാളി. എണീറ്റ് പോടാ പൊട്ടാ. മതി, വാ. അടിച്ചു നിരത്തിയിട്ട് ശേഖരനോട് എന്താ പറഞ്ഞേ? തുമ്പച്ചനങ്കിത്തെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. അപ്പൊ എന്നെ കല്യാണം കഴിക്കോ? നാദസ്വരം വേണം, ഇതിൽ വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. ഞാൻ പറഞ്ഞ എന്തു ചെയ്യും? എന്തു ചെയ്യും? ചാകാൻ പറഞ്ഞ ചാകോ? ചാവൂല. അതെന്താ? നന്ദിനിക്കുട്ടി ചാവണ വരെ കുട്ടനും ചാവൂല. നന്ദിനിക്കുട്ടി ചാവുമ്പോ കുട്ടനും ചാവും. മനുഷ്യരുടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള മൂവിയാണ് കരുമാടിക്കുട്ടൻ. കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയിലെ സീൻ ഇത്ര മനോഹരമായിട്ട്, അതിൽ ഓരോ സീനും നമുക്ക് എല്ലാവർക്കും മനപ്പാടാണ് അല്ലേ ചേട്ടാ? അതുകൊണ്ടാണ് നമുക്ക് കണക്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആ പടത്തിൽ ഇങ്ങനെ കണക്ട് കിട്ടാൻ ഒരു പ്രധാന കാരണം അതിൽ മണിച്ചേട്ടൻ്റെ ഒപ്പം അഭിനയിച്ച ആളുകൾ കൂടിയാണ്. അതിൽ മണിച്ചേട്ടനോളം തന്നെ ഗംഭീരമായിട്ട് നിൽക്കുന്നതാണ് രാജൻ പി ദേവ് സാർ. ഇവിടെ ആ സിനിമയിൽ രാജൻ പി ദേവ് സാറൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ആ ചവിട്ടിന്റെ ആ ഡയലോഗ് വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് രാജൻ പി ദേവ് സാറിന്റെ മുഖം മനസ്സിലോട്ട് വന്ന്. എന്താ പറയാനുള്ളത്? കരിമാടിക്കുട്ടൻ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഡാഡിച്ചൻ്റെ ആ സമയത്ത് നമുക്ക് വില്ലന്മാർക്ക് നമുക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇല്ലായിരുന്നെങ്കിൽ ഡാഡിച്ചൻ ആ സമയത്ത് ഒരു സ്റ്റേറ്റ് അവാർഡ് ഞാൻ പ്രതീക്ഷിക്കാൻ വരുന്നു. കാരണം ഡാഡിച്ചൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട്, കാരണം ക്ലൈമാക്സ് സീനൊക്കെ പടം കണ്ടവർക്ക് അറിയാൻ പറ്റും. ക്ലൈമാക്സിൽ ഒരു ഒറ്റ ഷോട്ടിൽ ആ പട്ടി കടിച്ചിട്ട് പേ വരുന്ന ഒരു സീനിൽ ഡാഡിച്ചൻ സ്റ്റെയർ കേസിൽ നിന്ന്, ഡാഡിച്ചൻ ഒട്ടും വയ്യാതിരിക്കുന്ന സമയമായിരുന്നു, സ്റ്റെയർ കേസിൽ നിന്ന് മേളിയും താഴേക്ക് ഒറ്റ ഷോട്ടിലാണ് ഡാഡിച്ചൻ വന്ന് വീഴുന്നത്. അത് ഒരുപാട് സന്തോഷമുണ്ട്. ഉഷാറേ, എന്താണെങ്കിലും മണിച്ചേട്ടൻ്റെ പാട്ടുകളുടെ ഒരു മാജിക് അവൻ കളിച്ചപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും പാട്ടിൻ്റെ തന്നെ ഒരു ഫയർ നമുക്ക് എല്ലാവർക്കും കിട്ടും. എനിവേ, അപ്പോൾ നമ്മുടെ ഡാഡിച്ചൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് കാലങ്ങളോട് നമ്മൾ പോയാലും
നിലനിൽക്കുന്ന ആൾക്കാരാണ്. ഒറ്റ ഡയലോഗ് വീണപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ഓർത്ത് അതാണ് ആ മനുഷ്യന്റെ ഒക്കെ പവർ അതെ, അല്ലേ? അതെ. ഒരു ഒറ്റ തൊഴിയുടെ ഒറ്റ ഡയലോഗ് ആണ് ആ പടത്തില്. സോ എല്ലാവർക്കും മണിച്ചേട്ടന് വേണ്ടിയും രാജവിദേശ് സാറിന് വേണ്ടിയും ഒരു നമുക്ക് standing എല്ലാവർക്കും ഒരു അവര് എന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ 2 പേര് തന്നെയാണ് കലാഭമണി ചേട്ടനും രാജൻ പി ദേവ് സാറും. അപ്പോൾ അവർക്ക് 2 പേർക്കും കൊടുത്ത ഈ മനോഹരമായ ട്രിബ്യൂട്ടിന് നിങ്ങളോട് ആദ്യം ഒരുപാട് നന്ദി. കേരളം, നീതെടുക്കാം ജീവിത വിസ്മയങ്ങൾ.